വിഷയങ്ങൾ ഇപ്പോൾ പുകഞ്ഞു നിൽക്കുന്ന വിവാദ വിഷയങ്ങളിൽ രണ്ടെണ്ണം, ഒന്ന് ഇലക്ട്രൽ ബോണ്ടാണ്, മറ്റൊന്ന് CAA ആണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായി അതായത് സ്രോതസ് വെളിപ്പെടുത്താതെ ധനസമാഹരണത്തിനുള്ള ഒരു മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് വഴി 1300 കോടിയോളം രൂപ BJP സമാഹരിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസും വലിയ തോതിലുള്ള സംഖ്യ സ്വന്തമാക്കി എന്ന ആരോപണങ്ങളുണ്ട്. ഇടതുകക്ഷികൾക്ക് പക്ഷേ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇത് ഏത് തരത്തിലായിരിക്കും ഈ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? അത് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള രണ്ട് വിവാദങ്ങളാണ്. ഒന്ന് ഇലക്ട്രൽ ബോണ്ട്, ഒന്ന് ഈ പൗരത്വ നിയമം. ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് ജയറാം രമേശ് അദ്ദേഹം ചില പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പണം നൽകിയ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില സേവനങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അതായത് ഈ മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്ര എന്ന കമ്പനിക്ക് താനെ ബോറിവല്ലി ട്വിൻ ടണൽ പ്രോജക്റ്റ് കിട്ടിയത് ഈ പണം കൊടുത്തതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ജിൻഡാൽ സ്റ്റീലിന് ഇതുപോലെ 25 കോടി രൂപ നൽകിയതിന് ശേഷം അവർക്ക് ഒരു ഖനനാനുമതി ലഭിച്ചതിനെ സംബന്ധിച്ചുള്ള ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ പല സ്ഥാപനങ്ങളെപ്പറ്റിയും ഈ പൈസ കൊടുത്തതിന് ശേഷം അവർക്ക് അതിനോടനുബന്ധിച്ച് ചില സേവനങ്ങൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള ആരോപണം ജയറാം രമേശ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഏതായാലും ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടിയത് BJPക്ക് മാത്രമല്ല, BJPക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഏതാണ്ട് ഇപ്പോൾ നമ്മൾ 2018 ഉള്ള കണക്കെടുക്കുകയാണെങ്കിൽ 6061 കോടി രൂപയോളം BJPക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. പിന്നെ രണ്ടാമത് വരുന്നത് നമ്മൾ കോൺഗ്രസ് അല്ല, അത് തൃണമൂൽ കോൺഗ്രസ്സാണ്. തൃണമൂൽ കോൺഗ്രസിനും വരുന്നത് ഒരു 1610 കോടി രൂപയോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന് 422 കോടിയോളം മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ കണക്കുകളിൽ ചില വൈരുദ്ധ്യമുണ്ട്. 2018 തൊട്ട് 19 വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇല്ല എന്നുള്ള ഒരു പരാതി വരുന്നത്. അതായത് 2017 ഒരു ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമായി ഇത് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനത്തിനോടൊപ്പം ഇലക്ട്രൽ ബോണ്ടുകളുടെ വരുന്നു. അതോടൊപ്പം തന്നെ മണി ബില്ലിൻ്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ സേവനങ്ങൾ, അതായത് ഈ പണം നൽകുന്നതിന് മറ്റ് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു. നേരത്തെ ഇത് 20,000 രൂപ വരെ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് സംഭാവന ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായി സോഴ്സ് കാണിക്കേണ്ട എന്നൊക്കെയുള്ളൊരു ഒരു നിയമമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പണം നൽകിയാലും അത് 19,999 രൂപയുടെ ഒരു അക്കൗണ്ടായി കാണിച്ച് അതിനങ്ങനെ പല ബ്രേക്കുകൾ ആക്കി സ്വീകരിക്കുന്നൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ചാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു ക്ലീൻ മണി എന്ന രീതിയിൽ ഇത് വന്നത്. പക്ഷേ അത് ഈ സ്രോതസ് വെളിപ്പെടുത്താത്തത് അതെ ഭരണഘടനാ ലംഘനമാണ്. അത് വോട്ടർമാർക്ക് അവരുടെ അതെ അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഫോറിൻ കമ്പനീസിന് അത് ഇപ്പോൾ ഈ മണി ബില്ലിൻ്റെ ഭാഗമായി വന്നു. ഫോറിൻ കമ്പനീസിന് നേരത്തെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവനകൾ നൽകാൻ അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ മണി ബില്ലിൻ്റെ ഭാഗമായി വന്ന നിയമം അനുസരിച്ച് ഫോറിൻ കമ്പനികളുടെ ഇന്ത്യൻ സബ്സിഡറീസിന് വേണമെങ്കിൽ പണം നൽകാം എന്ന് പറയുന്നു. നേരത്തെ ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ 7.1% കൂടുതൽ ആ കമ്പനികൾക്ക് മറ്റ് പാർട്ടികൾക്ക് ഡൊണേഷനായി നൽകാൻ പാടില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാഞ്ഞു പോയിരിക്കും, എത്ര വേണമെങ്കിലും നൽകാം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ പലപ്പോഴും ഈ ഷെൽ കമ്പനികളെ ഇത്തരം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ഉപയോഗിച്ചതിനെയൊക്കെ തടയാനെന്നുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാർ അന്ന് കൊണ്ടുവരികയും ചെയ്തത്.